എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്തുവാന്ന് നോക്കാം. Technology in education refers to the use of technological tools, equipments, media and materials to support and enhance the teaching learning process. It deals mainly with the hardware and software used in education. അതായത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്നത് ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ടും എൻഹാൻസും ചെയ്യുന്നതിനായിട്ട് ടെക്നോളജിക്കൽ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, മീഡിയ ആൻഡ് മെറ്റീരിയൽസ് എന്നിവ ഉപയോഗിക്കുന്നതിനെയാണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പഠന പ്രക്രിയ മെച്ചപ്പെടുത്താൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെയാണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ്റെ കീ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെന്ന് പറയുന്നത് ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ടാഞ്ചിബിൾ ടൂൾസ് ലൈക്ക് കമ്പ്യൂട്ടർ, പ്രൊജക്ടർ, റേഡിയോ, ടെലിവിഷൻ, ലാംഗ്വേജ്, ലബോറട്ടറീസ് ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂം. അതായത് പ്രൊജക്ടർ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ബോർഡ്, റേഡിയോ, ടെലിവിഷൻ, മൊബൈൽ, ലാംഗ്വേജ് ലാബ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആപ്സ്, മൾട്ടിമീഡിയ കണ്ടന്റ്, ആനിമേഷൻ, ഇ ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സസ്. അതായത് ഡിജിറ്റൽ ആപ്സ്, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ, ആനിമേഷൻ, ഇലക്ട്രോണിക് വീഡിയോസ്, LMS എന്നിവ സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുന്നു. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതായത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എയിംസ് ടു മേക്ക് ടീച്ചിങ് മോർ അട്രാക്റ്റീവ്, ഇൻട്രാക്റ്റീവ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഫോർ ലേണേഴ്സ്. വിഷ്വൽസ്, മൾട്ടിമീഡിയ എന്നിവ ഉപയോഗിച്ച് ടീച്ചിങ് കൂടുതൽ അട്രാക്റ്റീവും ഇൻട്രാക്റ്റീവും മോട്ടിവേറ്റും ആക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻഹാൻസസ് ആക്സസ് ടു ഇൻഫർമേഷൻ. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഗെറ്റ് ആക്സസ് ടു ഗ്ലോബൽ നോളേജ് റിസോഴ്സസ് തോട്ട് ദി ഇൻ്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതായത് ഇൻ്റർനെറ്റ് വഴി ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഗ്ലോബൽ നോളജ് ലഭിക്കുന്നു. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് വേരിയസ് മോഡ് ഓഫ് ലേണിംഗ്. വിവിധ പഠന രീതികൾക്ക് പിന്തുണ നൽകുന്നു. അതായത് സച്ച് ആസ് ഓൺലൈൻ ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഫ്ലിപ്പഡ് ക്ലാസ് റൂം എക്സെട്ര. ഓൺലൈൻ ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഫ്ലിപ്പഡ് ലേണിംഗ്, ക്ലാസ് റൂം തുടങ്ങിയ സംയുക്ത പഠന രീതികൾക്ക് അനുയോജ്യമായിരിക്കും. അടുത്ത ആറാമത്തെ പോയിന്റ് ആക്ട് ആസ് ആൻ ഇൻസ്ട്രക്ഷൻ എയ്ഡ്. ഇറ്റ് ഹെൽപ്പ് ദ ടീച്ചർ പ്രസൻറ്റ് കണ്ടന്റ് എഫക്റ്റീവ്ലി ബട്ട് ഡസ് നോട്ട് ചേഞ്ച് ദ ടീച്ചിങ് മെത്തേഡ് ഇറ്റ് സെൽഫ്. അതായത് പഠനം അവതരിപ്പിക്കാനുള്ള സഹായം മാത്രമാണ് നൽകുന്നത്, പഠന രീതികൾക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ പ്രധാനപ്പെട്ട ആറ് സവിശേഷതകളെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് യൂസിങ് എ പ്രൊജക്ട് ടീച്ച് എ ലെസൺ. എന്ന് വെച്ചാൽ പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് പഠനം അവതരിപ്പിക്കുന്നു. അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ലാബ്സ് ആൻഡ് സിമുലേഷൻ ടൂൾസ്. അടുത്ത നാലാമതെന്ന് പറയുന്നത് യൂസ് ഓഫ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ. അതായത് മൾട്ടിമീഡിയയെ കൊണ്ടുള്ള അവതരണമായിരിക്കും. എക്സാമ്പിളായിട്ട് PPT, വീഡിയോ എന്നിങ്ങനെ ആണ് അതിൻ്റെ പ്രധാന എക്സാമ്പിൾ. അടുത്തെന്ന് പറയുന്നത് സ്മാർട്ട് ക്ലാസ് റൂം ഡിവൈസസ് ആൻഡ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് LMS. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്നാണ്. ഈ ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്ന വേർഡ് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നും. പക്ഷേ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. Technology of education refers to the systematic application of scientific principles, psychological theories and instructional strategies to teaching. It focuses on the process of teaching, not tools. It includes method, techniques, principles and strategies used by teachers to make learning more effective. അതായത് നമ്മൾ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠന പ്രക്രിയ മെച്ചപ്പെടുത്താൻ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ പറയുന്നതെങ്കിൽ, അതേസമയം സാങ്കേതിക വിദ്യാഭ്യാസം അഥവാ ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത് സാങ്കേതിക വിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്നത് അധ്യാപനത്തെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ക്രമബദ്ധമായിട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യുകയോ നടപ്പിലാക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഉപകരണങ്ങളെക്കുറിച്ചുള്ള പഠനമല്ല, മറിച്ച്
പാഠം എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന പ്രക്രിയയാണ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. അതിനകത്ത് ആദ്യത്തെന്ന് പറയുന്നത് പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് പഠനം ആസൂത്രണം ചെയ്യുന്നതിനും അവതരിപ്പിക്കുന്നതിലും ഈ മൂല്യനിർണ്ണയം നടത്തുന്നതിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. അടുത്ത രണ്ടാമതെന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ഇൻ സൈക്കോളജി, അതായത് ബിഹേവിയറിസത്തിൻ്റെയും കോഗ്നിറ്റീവിസത്തിൻ്റെയും കൺസ്ട്രക്റ്റീവിസത്തിൻ്റെയും പ്രിൻസിപ്പിളായിരിക്കും ഇതിനകത്ത് പ്രയോഗിക്കുന്നത്. അടുത്ത മൂന്നാമതെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ടീച്ചേഴ്സ് ബിഹേവിയർ, അതായത് അധ്യാപകൻ ഇതിനകത്തൊരു ടെക്നീഷ്യനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പഠനഫലം മെച്ചപ്പെടുത്തണം, അതായത് വിദ്യാർത്ഥികളുടെ ആശയ വികസനവും പെരുമാറ്റവുമാണ് പ്രധാനമായിട്ടും ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷനകത്ത് ലക്ഷ്യമിടുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. ആദ്യത്തേന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിടൽ അഥവാ ലെസൺ പ്ലാനിങ്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെസൺ പ്ലാനിങ് നമ്മൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കുന്നതിനെയാണ് ലെസൺ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോ ടീച്ചിങ്, ബ്ലോംസ് ടാക്സോണമി പ്രകാരം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കൽ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ടെക്നീഷ്യൻസ്, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മോഡൽസ് തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു, അതായത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ്റെയും ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ്റെയും മേജർ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേച്ചർ. ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ്റെ നേച്ചർ എന്ന് പറയുന്നത് യൂസ് ഓഫ് ഡിവൈസ് ആൻഡ് ഡിജിറ്റൽ ടൂൾസ് ആയിരിക്കും. ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ്റെ നേച്ചർ എന്ന് പറയുന്നത് യൂസ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ആൻഡ് പ്രിൻസിപ്പിൾ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ഫോക്കസ്. ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആസ്പെക്ട്സ് ഓഫ് ടീച്ചിങ് ആയിരിക്കും. ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ പ്രോസസ് ഓഫ് ടീച്ചിങ് ആയിരിക്കും. ഓറിയൻറ്റേഷൻ. ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ചെയ്യുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആയിരിക്കും. ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പ്രോസസ് മെത്തേഡ് ആയിരിക്കും. റോൾ എന്ന് പറയുന്നത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനിൽ ഹെൽപ്പ് ഇൻ പ്രസൻറ്റേഷൻ ഓഫ് കണ്ടൻറ് ആയിരിക്കും. ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷനിൽ ഹെൽപ്പ് ഇൻ പ്ലാനിങ്, ഡിസൈനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഔട്ട്കം എന്ന് പറയുന്നത് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനിൽ എൻഹാൻസ് ഇൻസ്ട്രക്ഷണൽ എഫിഷ്യൻസി ആയിരിക്കും. ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എൻഹാൻസ് ടീച്ചിങ് ക്വാളിറ്റി ആൻഡ് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കം ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.